ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള എനർജി, ആറ്റിറ്റ്യൂഡൊക്കെയാണ് നോക്കുന്നത്. എങ്കിൽ പോലും നമുക്കിവിടെയുള്ള ഈ ഒരു പേഴ്സൻ്റെ ഒരു മജീഷ്യൻ എനർജിയും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഒരു ഇൻ്റർഫിയറൻസ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനകത്ത് ഒരുപാട് നല്ല മെമ്മറീസ് തന്നെ നിങ്ങൾക്ക് ഓർക്കാനായിട്ട് കാണും. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങൾക്കും ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള മെമ്മറീസോ അല്ലെങ്കിൽ ഒരുപാട് നല്ല നിമിഷങ്ങളോ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ തീർത്തും കൂടുതലും ഒരു 90% മോശമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ മുഴുവനും മോശമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമുള്ള റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൊണ്ട് നടന്നിരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ മറ്റാരും നിങ്ങളെ ഇത്രയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയധികം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതുപോലെയുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ചിലപ്പോൾ അത്രയും സന്തോഷിച്ചിട്ടുള്ളതും ലൈഫിൽ ഈ ഒരു പേഴ്സൺ കൂടെയുള്ള ഒരു സമയത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീപ്പ് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേറ്റസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത്രയും ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഒരു കാരണവശാലും ഈ ഒരു പേഴ്സണെ അല്ലാതെ ഒരാളെയും നിങ്ങൾക്ക് പകരം ചിന്തിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം അവർ നിങ്ങളെ എല്ലാ തരത്തിലും സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെ പറയാം. ഇനി ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് പേരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അതായത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു പേഴ്സൺ, അതുപോലെ തന്നെ ഒരു മറ്റുള്ളവർക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന രീതിയിലുള്ള സംസാരവും ബിഹേവിയറൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ അവർ കാണാനായിട്ടും അതുപോലെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അവരുടെ എന്ത് ഒരു ഫീച്ചർ കൊണ്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രകൃതം, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനും ആളുകളെ അവരിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന ആ ഒരു ടൈം വരെ അവരുടെ ലൈഫിൽ ഭയങ്കര വലിയ ദുരിതങ്ങളിലേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യതയില്ല. ഒരുപാട് ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് അത്രയും കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ഒരു ലൈഫിലൂടെ കടന്നു വന്ന ഒരു പേഴ്സൺ ആവണമെന്നില്ല. ചിലപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നിരിക്കാം. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കി കൊടുത്തത് ചിലപ്പോൾ നിങ്ങളുടെ കടന്നുവരവായിരിക്കാം. അതായത് നമ്മൾ പറഞ്ഞതുപോലെ അവർ അത്രയും ലൈഫ് എൻജോയ് ചെയ്ത് വലിയ സീരിയസ് ഒന്നും അല്ലാതെ നടന്നൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുത്ത് തലയിൽ വെക്കാതെ ഫ്രീ ആയിട്ട് നടന്നൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന ശേഷമായിരിക്കാം അവർ കുറച്ചും കൂടി ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും അത്രയധികം കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ട് ഈ ഒരു പേഴ്സൺ നിന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ വരവോടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ച ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇത്രയും ആ ഒരു വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ അത്രയും ഒരു ഡൗൺ എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റീസും ആ വ്യക്തിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെ പറയാം. അവരൊരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞവരധികം അങ്ങനെ വിഷമിച്ച് വലിയൊരു ട്രോമയൊക്കെ അനുഭവിച്ച് വന്നിട്ടുള്ള വ്യക്തികളൊന്നും ആയിരിക്കില്ല. വളരെ അടിച്ചു പൊളിച്ച് നടന്ന ലൈഫ് എങ്ങനെ പോകുന്നു അതുപോലെ പോട്ടെ എന്നൊക്കെ വിചാരിച്ച് പോയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് ടെൻഷൻസോ കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് കൊണ്ട് നടക്കാത്തൊരു വ്യക്തിയായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം തന്നെ ഈ പേഴ്സൺ ഒരുപാട് വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ
നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട ശേഷമാണ് ഈ ഒരു പേഴ്സൺ ആ ഒരു യഥാർത്ഥത്തിൽ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു പെയിനും കാര്യങ്ങളെല്ലാം അനുഭവിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുള്ള രണ്ട് എനർജീസ് അല്ല നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജീസാണ്. സോ നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കോണ്ടാക്റ്റ് കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക, അങ്ങനെയുള്ളവർക്കൊന്നും ഇത് റെസനേറ്റ് ചെയ്യില്ല. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണും നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം. അതായത് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ദുരന്തം വരാൻ പോകുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു ടൈമിൽ പെട്ടെന്നുള്ള ഒരു ഡിസ്ട്രക്ഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷനിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. അപ്പോൾ അവിചാരിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരെ രണ്ട് വശത്തേക്ക് ആക്കി കളഞ്ഞതും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണെന്നുള്ളത് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം കീഴടക്കിയ വ്യക്തികളാണ്. അതായത് നിങ്ങൾക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ അല്ലാതെ വേറെ ആരെയും ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഇതുപോലെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. അത്രയധികം ആ ഒരു വ്യക്തി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കീഴടക്കിയിട്ടുണ്ട് എല്ലാ രീതിയിലും എന്നുള്ളത് തന്നെ പറയാം. ഇൻ ദ സെയിം വേ ഇതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സൺ. നിങ്ങൾക്ക് പകരമായിട്ട് ഒരാളെയും റീപ്ലേസ് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തിക്കും സാധിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പകരമായിട്ട് അവർക്ക് ഒരിക്കലും അവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ട് നടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അത്രയധികം ഈ ഒരു വ്യക്തിയെ നിങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഇത് അവസാനിപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആരോ ആണ് ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് വന്നിരിക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവരാണെന്നുള്ളത് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോഴ്സ്ഫുള്ളി അല്ലാന്നുണ്ടെങ്കിൽ ബലം പിടിച്ച് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ചിലപ്പോൾ ഇത് നിന്ന് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഫാമിലിയൊക്കെയാണ് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ കൈകടത്താൻ അധികാരമുള്ളവരാണ്. അപ്പോൾ ആ ഒരു പവർ ഉപയോഗിച്ച് തന്നെയായിരിക്കാം അവർ നിർബന്ധപൂർവ്വം ഇത് മാറ്റിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പേഴ്സണാണ് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു പേഴ്സണും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് സംസാരിക്കാനൊക്കെ കഴിവുള്ള ഒരു പേഴ്സണാണ്. എന്നിട്ട് പോലും അവരെ ആ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി ഒന്നും അല്ലാത്ത രീതിയിലാക്കിയെടുത്തു, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കയ്യും കാലും കെട്ടിയ ഒരു അവസ്ഥയിലേക്ക് ആക്കിയെടുത്തു എന്നുള്ളത് പറയാം. ഒന്നും അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ സ്റ്റക്ക് ചെയ്ത് നിർത്തിച്ചതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ പ്രയോഗിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഇതിലേക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പ്രയത്നിച്ച ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കറൻ്റ്ലി പോലും നിങ്ങൾ രണ്ടുപേരിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്, നാളെ ഇത് ശരിയാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഹോപ്പിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. നിങ്ങൾക്കറിയില്ല അതിന് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിനുള്ളൊരു മാർഗം, ഈ കംപ്ലീറ്റ്ലി തേർഡ് പാർട്ടിയെ റിമൂവ് ചെയ്ത് കളയാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും ആഫ്റ്റർ ഓൾ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് ചേരണം, അല്ലെങ്കിൽ ഒരുമിച്ച് ചേരും. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ് രണ്ടുപേരും. അപ്പോൾ കേവലം ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കും, അല്ലെങ്കിൽ ആ ഒരു കോടതിയുടെ മാർഗം. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഒരു എക്സ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു കോൺട്രാക്റ്റോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അതിന് തക്ക തെളിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്താം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒരു ട്രാപ്പിനകത്ത് ഈ ഒരു പേഴ്സണെ നിർത്തിയിരിക്കുന്ന പോലെ അനങ്ങാൻ വിടാതെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് കിട്ടിയിട്ട് പോലും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചിന്തിക്കുന്നു, അവർ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയോ, എന്താണ് അവരുടെ ഒരു അവസ്ഥ എന്നുള്ളതൊക്കെ പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൂടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് ഈ നിമിഷം വരെ അവരുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് എന്നെങ്കിലും ശരിയാകും, അല്ലെങ്കിൽ ഇത് ശരിയാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. ഇത്രയും അധികം ഒരു ഹാർഡ്ഷിപ്പ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ട് പോലും സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എന്തും കഷ്ടപ്പെടാൻ റെഡിയാണെന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഭാവി ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിനേക്കാളും മനോഹരമാകും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഈ ഒരു പേഴ്സൺ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് പറയാം. അവരുടെ മനസ്സിൽ ഏത് ഇരുട്ടത്താണെന്നുണ്ടെങ്കിൽ ഒരു വെളിച്ചം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്കും മേ ബി അതുപോലെ തന്നെ ആയിരിക്കാം. ഈ ഒരു ഹോപ്പിലായിരിക്കാം നിങ്ങളും ചിലപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ജസ്റ്റിസ് തന്നിട്ടില്ല എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജസ്റ്റിസ് തന്നിട്ടില്ല എന്ന് വിചാരിക്കാനുള്ള ഒരു കാരണം മേ ബി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ആയി പോകുന്ന ഒരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ് അത്ര അധികമായിട്ടുള്ള ഒരു ടൈമിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ വളരെ സൈലൻ്റ് ആയിട്ട് ചിലപ്പോൾ പോയിട്ടുള്ള വ്യക്തിയായിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും തരാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വാനിഷായി പോവുക എന്ന് പറയുന്നത് പോലെ തന്നെ, ഒരു മജീഷ്യൻ വാനിഷായി പോകുന്നത് പോലെ തന്നെ ചിലപ്പോൾ പോയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു മറുപടിയും അവർക്ക് തരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. ആ ഒരു രീതിയിലാണ് ഇവർ നിങ്ങളെ കൊണ്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും അവർക്ക് പാലിക്കാൻ സാധിച്ചില്ല. അതായത് തേർഡ് പാർട്ടിയുടെ പ്രോബ്ലം കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ല മറ്റെന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോമിസസും കാര്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിഞ്ഞില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാക്ക് പാലിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അഷുറൻസ് കൊടുത്തിട്ട് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ ഒരു കള്ളനോ കള്ളിയോ ഒക്കെ ആവുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്തവരെ എപ്പോഴും അങ്ങനെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സമൂഹം കാണുന്നത്. അല്ലെങ്കിൽ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ അവരെ കാണും എന്നുള്ള അവരുടെ ഒരു തോന്നൽ കൊണ്ടായിരിക്കും അവർ ഒരു ജസ്റ്റിസ് തന്നിട്ടില്ല എന്നുള്ളത് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അർഹിക്കപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ള ആ ഒരു ജസ്റ്റിസ് അവർക്ക് തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും അതുപോലെ മുന്നോട്ട് പോരുന്ന ഒരു വ്യക്തികളാണ്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ നിങ്ങളെ വലിച്ചു കൊണ്ടുവന്നത് ഈ വ്യക്തിയായിരിക്കാം. കൂടുതലും നിങ്ങളെ ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചതും അവരായിരിക്കാം. ചിലപ്പോൾ അവരുടെ വാക്കുകൾ കൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ അത്രയൊക്കെ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ആകാശത്തോണ്ട് ഇരുത്തുക എന്ന് പറയുന്നത് പോലെ അതുപോലെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവർ തന്നെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് കൈവിട്ട് കളയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഒരുപാട് ഹാർട്ട് പെയിൻ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു 9 ഓഫ് സോർട്സിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രാത്രി പോലും ഈ ഒരു പേഴ്സണ് ഒരു സമാധാനമായിട്ട് ഉറക്കം ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത്രമേൽ അവർ ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവാം. എപ്പോഴും ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ ഈ ഒരു രീതിയിലായിരിക്കും ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി അവർക്ക് ഉണ്ടായിന്ന് വരാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ ഒരു വ്യക്തി അധികം ഒരു ട്രോമയോ കാര്യങ്ങളോ ഒക്കെ ഫേസ് ചെയ്ത് ലൈഫിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല. അവരുടെ ലൈഫിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന് ശേഷം അവർ അനുഭവിക്കുന്ന ഈ ഒരു പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് താങ്ങാവുന്നതിലപ്പുറമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിച്ചു കൂട്ടുന്നത് പോലെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളും ചിന്തിക്കുന്നത്. അതായത് ഇത്രയും സ്നേഹത്തിലിരുന്നിട്ട് എന്തുകൊണ്ട് എന്നോടൊരു വാക്ക് പറയാതെ പോയി, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും എനിക്ക് കമ്മിറ്റ്മെൻറ്റും അഷുറൻസ് ഒക്കെ തന്നിട്ട് എങ്ങനെ ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളും ഒരുപക്ഷെ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി എന്തിനിങ്ങനെ പെരുമാറുന്നു, ആ ഒരു തേർഡ് പാർട്ടി അതിജീവിച്ചവർക്ക് പുറത്ത് വന്നുകൂടെ, അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറണമായിരുന്നോ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം നിങ്ങൾക്കും കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാഹചര്യം ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ എങ്ങനെയൊക്കെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ സന്തോഷത്തോടു കൂടി പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല നമ്മളിവിടെ കാണുന്നത്. അവരുടെ ഒരു സാഹചര്യം കൊണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ നിർബന്ധ ബുദ്ധി കൊണ്ടോ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണുന്നത്. ഒരിക്കലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഒരു ഗ്രീനർ സൈഡ് എന്ന് പറഞ്ഞ് പോയിട്ടുള്ള വ്യക്തിയല്ല ഇവർ. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് ആ ഒരു സൺ എനർജി, മൂൺ എനർജി, അതുപോലെ സ്റ്റാർ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആ ഒരു സൺ എനർജിയിൽ നിന്നിരുന്നത്, അല്ലെങ്കിൽ അത്രയും ആ ഒരു പ്രകാശത്തോടു കൂടി കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് പോലെ
അങ്ങനെയുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഒരു ഇരുട്ടത്തായിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇരുട്ടിലേക്ക് തള്ളി വിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഈ ഒരു പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർ അത്രയധികം വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസിന് ഒരു നല്ല രീതിയിലുള്ള ഒരു പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻസോ അല്ലെങ്കിൽ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻസോ പൗർണമി റിച്വലോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീം എന്താണോ ആ ഒരു ഡ്രീം നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എത്ര ലോങ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ തന്നെ മനസ്സിൽ എപ്പോഴും വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് മനസ്സിൽ വരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് 100/100 നിങ്ങളോടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കുക, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരിക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പേഴ്സൻ്റെ ഒരു പഴയ എനർജി നമ്മൾ പറഞ്ഞു വളരെ ചാമിങ് ആയിട്ട് വൈബ്രൻ്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നടന്നിരുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെന്താണോ പണ്ടായിരുന്നത് ആ ഒരു രീതിയിലേക്ക് തന്നെ ഇവർക്ക് വീണ്ടും മടങ്ങി വരണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് അവർ അത്രയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ അവർ അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സണാണ്. ഒരിക്കലും നിങ്ങൾ മറന്നു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഓർക്കുന്ന ഒരു വ്യക്തിയല്ല. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഭാവി വേണം എന്ന് നിരന്തരം ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു എനർജി വളരെ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലൂസിൻ്റെയോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുക. അവരുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.